ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. പറയുന്നത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക കേട്ടോ. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് സൗണ്ട് ഇച്ചിരി പ്രശ്നത്തിലാണ് ഇരിക്കുന്നത്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 199 രൂപ ഒരു വിഷയത്തിനുള്ളൂ. നിങ്ങൾക്ക് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ് ഏത് വിഷയത്തിന് വേണം ജോയിൻ ചെയ്യാം കേട്ടോ. അതേപോലെ അതല്ലാത്ത +2 ക്ലാസ് ആണെങ്കിൽ ഒരു സബ്ജക്റ്റ് 499 ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ക്ലാസ്സുകൾ അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾ പഠിക്കാത്ത എന്നാൽ പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ പറയുന്നത്. സ്ഥിരം പറയുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കൂടാതെയുള്ള ചോദ്യങ്ങളാണ്. അതാണ് നോൺ ഫോക്കസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിക്കില്ല, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ എന്ന് കരുതിയിട്ട്, പക്ഷേ ആ ഏരിയയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണത്. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം നോൺ ഫോക്കസ് ഏരിയ എന്നാണ്. അതായത് നോൺ ഫോക്കസ് ഏരിയ മീൻസ് ആ 2022 ആ ഫോക്കസ് ഏരിയ അല്ല ഇവിടെ പറയുന്നത് ഞാൻ. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യാത്ത ഏരിയയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എഫിഷ്യൻസി ചാപ്റ്റർ 1 നിന്ന് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്സിന് ചോദിക്കാവുന്നതാണ്. മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് 4 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് ലെവലിലുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, അതായത് ടോപ്പ് ലെവലിൽ, മിഡിൽ ലെവലിൽ, ലോവർ ലെവലിൽ സെപ്പറേറ്റ് ചെയ്ത് 5 മാർക്സിലേക്ക് ചോദിക്കാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ നേച്ചർ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് അതിൻ്റെ സിഗ്നിഫിക്കൻസ് രണ്ടും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, അത് പഠിക്കണം. ചാപ്റ്റർ 3 നിന്ന് ഇത് നമുക്ക് സിലബസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ചാപ്റ്റർ 3 നോൺ ഫോക്കസ് നമ്മൾ അത്ര ഫോക്കസ് കൊടുക്കാത്തത് ഇമ്പോർട്ടൻസ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻസ് പഠിക്കണം കേട്ടോ. ചാപ്റ്റർ 4 നിന്ന് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങും പഠിക്കണം. പിന്നെ റൂൾസ്, ബഡ്ജറ്റ്, പ്രൊസീജിയേഴ്സ് എല്ലാം എന്താണെന്ന് 2 മാർക്കിലേക്കായിട്ട് പഠിക്കണം. ചാപ്റ്റർ 5 നിന്ന് ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്പ്, ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ്, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതിൻ്റെ ഡിഫറൻസും. ചാപ്റ്റർ 6 നിന്ന് സെലക്ഷൻ്റെ പ്രോസസ്സ്, സെലക്ഷൻ ടെസ്റ്റുകളുണ്ട്, അതും പഠിക്കണം കേട്ടോ. സെലക്ഷൻ ടെസ്റ്റുകൾ പഠിക്കണം. ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പഠിക്കണം. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസിൻ്റെ ബെനിഫിറ്റ്സും പഠിക്കണം കേട്ടോ, അതും ചോദിക്കും. ചാപ്റ്റർ 7 നിന്ന് ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കാം. ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് പഠിക്കണം. നോയ്സ് എന്താണെന്ന് 2 മാർക്കിലേക്കും ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ 5 മാർക്കിലേക്കും പഠിക്കാം. ചാപ്റ്റർ 8 നിന്ന് കൺട്രോളിങ് എന്താണെന്നും പെർട്ടിൻ്റെയും CPM-ൻ്റെയും ഒക്കെ ഫുൾ ഫോം, പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഫുൾ ഫോം ഉണ്ട്, അത് പഠിക്കണം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്നും പഠിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ 10 നമുക്ക് ഇല്ലെങ്കിൽ പോലും സെബിയുടെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണം. ദെൻ ചാപ്റ്റർ 11 പ്രൊഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഒരു ബ്രാൻഡ് നെയിമിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, പാക്കേജിങ്ങിൻ്റെ ലെവൽസ്. ചാപ്റ്റർ 12 നിന്ന് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റീസ്, ആരാണ് കൺസ്യൂമർ എന്നുള്ളതും പഠിക്കണം കേട്ടോ. വളരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് വിചാരിക്കുന്നതാണ്, പക്ഷേ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഇതേപോലെ ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് കംപ്ലീറ്റ് ക്ലാസ്സുകളായതുകൊണ്ടാണ് ഇതിലേക്ക് എനിക്ക് സമയം കിട്ടാതെ ഇരുന്നത്. ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് വീഡിയോസ് വരും. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.